ഈ പെണ്ണ് അവളുടെ ഇമോഷൻസ് ആരും കാണാതിരിക്കുന്നതിനായി എപ്പോഴും മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നു. അതുമാത്രമല്ല ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണം ആരോടും മര്യാദയ്ക്ക് സംസാരിക്കാറുമില്ല. എന്നാലും അവളുടെ ക്ലാസ്സിലെ ഒരു പയ്യനെ മാത്രം അവൾക്ക് ഇഷ്ടമാണ്. പക്ഷെ അവരുടെ സ്കൂളിൽ തന്നെ അവനാണ് ഫേമസ് ആയ പയ്യൻ. അതുകൊണ്ട് അവനോട് ഇഷ്ടം പറഞ്ഞാൽ അവൻ എടുത്തടിച്ച പോലെ നോ പറയുമെന്ന പേടിയിൽ അവനോടത് പറയാതെ മറയ്ക്കുന്നു. അപ്പോൾ ഒരു ദിവസം അവരുടെ ക്ലാസ്സിൽ ഒരാളെ പറ്റി മറ്റൊരാൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പേപ്പറിൽ എഴുതി പരസ്പരം കൈമാറാൻ പറയുന്നു. അതേസമയം ഇവൾ അവനെ നോക്കിയിരിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് എന്തോ എഴുതി അവളുടെ കയ്യിൽ കൊടുക്കാൻ പറയുന്നു. നോക്കുമ്പോൾ അതിൽ എപ്പോഴും മുഖം മറച്ചിരിക്കുന്നയാളെ പറ്റി എന്താണ് എഴുതേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് അവനും അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതിനുശേഷം അവൾ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേപ്പർ പ്ലെയിൻ അവളുടെ അടുത്ത് വന്ന് വീഴുന്നു. നോക്കുമ്പോൾ അവൾ ആ പയ്യനെ പറ്റി എഴുതിയ പേപ്പറാണ് ആരോ പ്ലെയിൻ ഉണ്ടാക്കി പറത്തിയത്. ആക്ച്വലി അവൻ വളരെയധികം പോപ്പുലർ ആണെന്നും അവൻ നന്നായി ഡ്രോയിങ് ചെയ്യുമെന്നും എഴുതിയിരിക്കുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അവൻ അവിടെ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. ഉടനെ അവൻ നീ എന്റെ ഡ്രോയിങ്സ് കണ്ടിട്ടേ ഇല്ലല്ലോ, ഈ ഫേക്ക്നെസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവരുടെ സ്കൂളിൽ ആർട്ട് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നു. ഇവൾ ക്ലാസ് ലീഡർ ആയതുകൊണ്ട് റിഹേഴ്സൽ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ആരും അവൾ പറയുന്നതനുസരിച്ച് റിഹേഴ്സൽ ചെയ്യാൻ വരുന്നില്ല. അതുകൊണ്ട് സങ്കടം വന്നവൾ ഒറ്റയ്ക്കിരുന്ന് സ്വയം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് വന്ന ഇവൻ അവളെ തടഞ്ഞ് വേഗം തന്നെ അവളെയും കൂട്ടി അനൗൺസ്മെന്റ് റൂമിലേക്ക് ഓടുന്നു. അതിനുശേഷം റിഹേഴ്സലിന് വന്നില്ലെങ്കിൽ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു വിരട്ടുന്നു. അത് കേട്ടതും എല്ലാവരും പേടിച്ച് റിഹേഴ്സൽ ചെയ്യാൻ വരുന്നു. പക്ഷെ ഇവൾ എപ്പോഴത്തെയും പോലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണം താൻ എങ്ങനെ ഇവരെ ലീഡ് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇവനത് കണ്ട് വേഗം തന്നെ അവളുടെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നീ വാതുറന്ന് പറയണം, നീ സൈലന്റ് ആയിരുന്നിട്ട് അവരത് മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും അവൻ റിഹേഴ്സലിനെ പറ്റി മാത്രമല്ല പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. എന്നാലും അവനോട് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് എപ്പോഴത്തെയും പോലെ അക്യൂസ് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു.